ഭദ്രകാളിയെ പ്രാർത്ഥിക്കുമ്പോൾ ഒരുപാട് ഫലങ്ങളുണ്ട്. രോഗശാന്തി, ശത്രുനാശം, എല്ലാ വിധത്തിൽപ്പെട്ട ആഭിചാര ദോഷങ്ങളിൽ നിന്ന് മുക്തി, അതുപോലെ സാമ്പത്തിക ലാഭം, കടങ്ങളിൽ നിന്ന് മുക്തി, അങ്ങനെ ഒരുപാട് ഗുണങ്ങളുണ്ടെങ്കിൽ പോലും നമ്മൾ ഏറ്റവും പ്രധാനമായിട്ട് പറയേണ്ട ഗുണങ്ങളിലൊന്നാണ് ധൈര്യം. അതായത് നമ്മുടെ എല്ലാ വിധത്തിൽപ്പെട്ട ഭയങ്ങളും മാറി നമ്മുടെ മനോധൈര്യം വർദ്ധിക്കുന്നു. നമുക്കിപ്പോൾ പലതരത്തിലുള്ള ഏതൊരു തരത്തിലുള്ള ഭയവും മാറാനായിട്ട് ഭദ്രകാളി ഭജനം ഉത്തമമാണ്. ഭദ്രകാളിയെ ഭജിക്കുന്നവർക്ക് ഭയം ഉണ്ടാവില്ല. അതായത് രോഗഭയം, മരണഭയം, അതുപോലെ ആപത്തുകൾ സംഭവിക്കുമോ എന്നുള്ള ഭയം, മറ്റൊരാളോട് സംസാരിക്കാൻ ഭയം, മറ്റുള്ള കാര്യങ്ങൾ തുറന്ന് പറയാനുള്ള ഭയം, പല സ്ഥലത്ത് സഞ്ചരിക്കാനും ഒരു രാത്രി അല്ലെങ്കിൽ അതുപോലുള്ള സമയത്തൊക്കെ നമുക്ക് പുറത്തായിട്ട് ഇറങ്ങാനും, നമുക്ക് ഒരുപാട് പരിചയമില്ലാത്ത സ്ഥലങ്ങളിലൊക്കെ പോകുമ്പോഴുള്ള ഭയം, അതുപോലെ ഒരു വ്യക്തികളോടുള്ള ഭയം, എല്ലാ തരത്തിലുള്ള ഭയങ്ങളും മാറ്റുന്നതാണ് ഭദ്രകാളി ഭജനം. ഭദ്രകാളി ഭജനം ചെയ്യുന്ന ഒരു വ്യക്തിക്ക് ജീവിതത്തിൽ ഭയം ഉണ്ടാവുകയില്ല. ഭദ്രകാളിയെ ഭജിക്കുന്നവരെയൊക്കെ കണ്ടാൽ നമുക്ക് മനസ്സിലാവും, അല്ലെങ്കിൽ ഉപാസിക്കുന്നവരെ കണ്ടാൽ മനസ്സിലാവും, അവർക്കൊരു കാര്യത്തിലും പേടി ഉണ്ടാവില്ല. അപ്പോൾ ഇത് ഏതെങ്കിലും കുട്ടികൾക്കോ അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിലുള്ള ഭയങ്ങൾ സംഭവിച്ചവർക്കോ, അതായത് എന്തെങ്കിലും ഒരു ഇൻസിഡൻ്റൊക്കെ കണ്ട് ഭയം മനസ്സിൽ തട്ടിയവരോ, അല്ലെങ്കിൽ പുറത്തിറങ്ങാൻ ഭയക്കുന്നവരോ, എന്തിനോടെങ്കിലും ഒരു ഫോബിയ ഉള്ളവരോ ഒക്കെ ഭദ്രകാളിയെ പ്രാർത്ഥിച്ച് ശീലിപ്പിക്കുന്നത് വളരെ നല്ലതാണ്. അതായത് ഭദ്രകാളി സ്തോത്രങ്ങളൊക്കെ ഇപ്പോൾ നമുക്ക് അവൈലബിൾ ആണ്. കാളി മഹാകാളി എന്ന് തുടങ്ങുന്ന സ്തോത്രമായാലും, ഭദ്രകാളി ഗായത്രി ആയാലും, ഭദ്രകാളി അഷ്ടോത്തര ശതനാവലി ആയാലും എല്ലാം നമുക്ക് ഗുണം തന്നെയാണ്. അപ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ടതാണ് പറയുന്നത് ധൈര്യവും, മനസ്സിൻ്റെ ധൈര്യവും ശൗര്യവും എല്ലാം നമുക്ക് വർദ്ധിക്കും. അപ്പോൾ ഏറ്റവും പ്രധാനമായിട്ട് പറയേണ്ട ഒരു ഭദ്രകാളി ഭജനത്തിൻ്റെ ഫലത്തെ പറ്റിയാണ് ഞാൻ പറഞ്ഞത്.